ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല പെരും മഴ എന്നറിയില്ല, മഴയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴന്നെ നമുക്ക് കിച്ചണിലൊന്നും പോകാൻ തോന്നില്ല. ഞാൻ കുറച്ച് ടൈം ഓഫീസ് റൂമിൽ ഇരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് കിച്ചണിൽ കയറിയത്. പിന്നെ മഴയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലീവൊന്നുമില്ല, നമ്മളെ പണിക്ക് പോകണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് നമുക്ക് നീർദോശയാണ് കേട്ടോ. നീർദോശ എന്ന് പറയുന്നത് നമ്മളവിടെ അല്ല, നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും, നമ്മളവിടെ കലക്കി പറഞ്ഞപ്പം കേട്ടോ പൊടി കലക്കിയിട്ട് ഞാനതങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് ടൈം ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടൈം നേരം വൈകിയിട്ട് അപ്പം ഞാൻ മോൾക്ക് അധികം ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ എളുപ്പപ്പണി ഇതല്ലേ വിചാരിച്ചിട്ട് നമ്മുടെ നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നോർമൽ നമ്മുടെ അരിപ്പൊടി എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മിക്സിയിൽ ആട്ടി ഒഴിക്കുന്നവരും ഉണ്ട്, പിന്നെ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കി ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ മിക്സിയിൽ ഒന്നുമല്ല, ഞാൻ നോർമൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നീർദോശയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും പണ്ടതിന് നീർദോശ എന്നൊന്നല്ല പറഞ്ഞിരുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞ മുതൽ ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറില്ല, കാക്കൂൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കലക്കി പാർന്നപ്പം കേട്ടോ പറയാറ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മോളെ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചു. അവളെ ബ്രഷിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ, മദ്രസ പോകാൻ നല്ല മടിയേക്കും. മടിയല്ല, രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്. അപ്പം പോവാൻ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകാൻ തന്നെ മടിയുണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളെ കാര്യം പറയണം. എന്നിട്ട് ഞാൻ അവൾക്ക് റസ്ക്കും ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഇന്ന് ഞാൻ നീർദോശയ്ക്ക് നമ്മളുടെ മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ അരക്കാത്ത നോർമൽ മുട്ടക്കറിയാണ് വെക്കുന്നത്. അത് സിമ്പിളാണ് കേട്ടോ. ഞാൻ പിന്നെ മുട്ടക്കറി കുറച്ച് കറി മതിയല്ലോ, അപ്പം ഞാൻ കട്ടിങ് ബോർഡിലൊന്നും വെച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത്, കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. തക്കാളിയും വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിത് സിമ്പിളാണ് കേട്ടോ. വലിയുള്ളി വാട്ടിയിട്ട് തക്കാളി അതിനകത്തിടുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളുടെ മസാലകൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. എന്നിട്ട് ഞാനൊരു തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോൻക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ ചോറാക്കിയിട്ടുണ്ട്, അതുപോലെ പൊട്ടാറ്റോ ഫ്രൈയും പപ്പടം, അതുപോലെ നല്ല അരിമുളകിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. അവനിപ്പോൾ ഞാനിങ്ങനെ ശീലാക്കിയത് കൊണ്ട് തന്നെ അവനക്കും വേണം കേട്ടോ അച്ചാറോ ചമ്മന്തി സൈഡായിട്ട്. അപ്പോൾ ഞാൻ ഡെയിലി അരക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ചും കൂടെ കൂട്ടി അരച്ച് അവനക്കും ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ അവൻ്റെ ലഞ്ച് പപ്പടം, അതുപോലെ പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡീപ്പ് ക്ലീൻ നമ്മൾ ശനിയാഴ്ചയാണ് ചെയ്യാറ്. എന്നാലും ഞാൻ അത്യാവശ്യം ഡീപ്പ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അധികം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒരു ബോക്സിൽ ടൈം കിട്ടുന്ന ടൈമിൽ നമ്മൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ തറവാട്ടിലിരുന്ന് സൊറക്കാൻ പോകില്ലേ, അവിടെ ഇരുന്ന് സംസാരിക്കാൻ പോകും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം സംഭവങ്ങളൊക്കെ എടുത്ത് മുറത്തിലിട്ട് പോകും, എന്നിട്ട് അവിടുന്ന് തൊലിക്കാറാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിങ്കിൽ നിറയെ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ കഴുകിയത്, അത്ഭുതമൊന്നുമല്ല, ഞാൻ തന്നെ ഫുള്ള് കഴുകി. പക്ഷേ വീഡിയോ മിസ്സായി. പിന്നെ എനിക്കിന്ന് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ലിനുവിനാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു ചിക്കൻ പീസെങ്കിലും വേണം. സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ പിന്നെ ചിക്കൻ വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് നമുക്ക് മസാല പിടിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ഉള്ളികളൊക്കെ ഒന്ന് അടിച്ചു വാരി പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് പാത്രം കഴുകി വെച്ചത് ആ സ്റ്റാൻഡിൽ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീട് പൊട്ടിപ്പോയി. പിന്നെ നമ്മളിന്ന് ചിക്കൻ ചില്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ കൂട്ട് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു കൂട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സുർക്കൊഴിക്കും, കളർ ഉണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യും, കോൺഫ്ലോർ ആഡ് ചെയ്യും, പിന്നെ നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മളുടെ മസാല കേട്ടോ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ ശകലം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ചിക്കൻ ചില്ലിയുടെ റെസിപ്പി. ഞാനിത് ഉണ്ടാക്കി കൊണ്ടുപോയാൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിക്കുക. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് അവർ ഉണ്ടാക്കാറെന്ന് പറയാം. പക്ഷേ ഇനി കൈപ്പുണ്യം കൊണ്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ.
ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം ഇതിനകത്ത് കാണിച്ചിട്ടില്ല. നമുക്ക് ഞാൻ അതിനിടയ്ക്ക് പോയി തുടക്കലുണ്ടായിരുന്നു, അതുപോലെ അലക്കാൻ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ അലക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം ചിക്കനിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇനി എന്തത് ഫ്രൈ ചെയ്തെടുക്കുക. എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഫസ്റ്റ് കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കും. എന്നിട്ടാണ് ഞാൻ അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാറ്. അതായത് നമുക്ക് കറിവേപ്പിലേൻ്റെ കൂടെ ഫ്ലേവർ കിട്ടട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ലഞ്ച് ബോക്സിൽ നിന്ന് ആക്കുന്നത് ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ, കാരണം നേരം ഉണ്ടാകുന്നില്ല. നേരമുള്ള ടൈമിലാണ് ഞാൻ ഇത് എടുക്കാറ്. അപ്പോൾ പോകുന്ന വീഡിയോ ലിനു എന്തോ അവളുടെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മൾ വീടെല്ലാം ക്ലോസ് ചെയ്ത്, അതുപോലെ നമ്മൾ പോകുന്ന സിറ്റ് ഔട്ടിൻ്റെ ഡോറും ക്ലോസ് ചെയ്തിട്ട്, കാരണം വല്ല പട്ടികളൊക്കെ കയറി കിടന്ന് നമുക്ക് വന്നാൽ പണിയാവും. സ്കൂളിൽ തന്നെ പണിയെടുത്ത് കുഴങ്ങിയിട്ട് വരും, പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ റെയിൻകോട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടിക്ക് അകത്തുണ്ട്, പക്ഷേ ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലിനു പിന്നെ എന്നോട് പറഞ്ഞു, അമ്മച്ചി എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു തരും, ഇനി ഇതിനകത്ത് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എടുത്തു തരാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഞാൻ അവളെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.